അല്ല, അതിലുള്ളൊരു പ്രശ്നം ഈ പ്രതിപക്ഷ ഉപനേതൃത്വ പദവി കഴിഞ്ഞ ഘട്ടങ്ങളിൽ CPM വഹിച്ചിരുന്നൊരു പദവിയാണ്. വി എസ് മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന സന്ദർഭത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവാണ്. അപ്പം പ്രതിപക്ഷ ഉപനേതാവ് പദവിയുടെ ഒരു പ്രശ്നം അതാണ് കേരളത്തിൻ്റെ മുമ്പിലുള്ള നേരത്തെയുള്ള അനുഭവം. അതിൽ നിന്ന് വ്യത്യസ്തമായി CPI ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. അതാണല്ലോ തർക്കവിഷയം. അത് അങ്ങനെ ഉന്നയിച്ച നിലയിൽ പരസ്പരം കൂടിയാലോചനയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഇത് പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നിങ്ങൾ മൂർച്ഛിപ്പിക്കുന്നല്ലേ? അതെ, പ്രതികരിച്ചത് ഇത് പറ്റില്ലെന്ന് പറയാൻ പിണറായി വിജയൻ ആരാണെന്നാണ്. ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അല്ല, ഇതിലെന്താ പ്രശ്നം? ഞാനത് പറഞ്ഞു. ഉപനേതൃത്വ പദവി മുൻകാലങ്ങളിൽ CPM വഹിച്ചിട്ടുണ്ട്. അതിവിടെ മാറ്റം വരുത്താൻ ഇടയും തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പുതിയ തർക്കം CPI ഉന്നയിച്ചു. അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടരാണ്. ആരെല്ലാം എന്തഭിപ്രായങ്ങൾ പറഞ്ഞാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ നിലപാട് ഉയർന്നു നിൽക്കുകയാണ്. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യം കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകണം. എല്ലാ വിഭാഗങ്ങളും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവർക്കെല്ലാം എതിരായി ഇവിടെ വർഗീയതയുടെ വളരെ ആപൽക്കരമായ സമീപനം തുടരുകയാണ്. അത്തരമൊരു സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ ഐക്യം വർഗീയതയ്ക്കെതിരായി രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സാമ്രാജ്യത്വ അനുകൂല നടപടികളുടെ ഭാഗമായി ഇന്ന് ഇന്ത്യക്കകത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം, ദേശസാൽക്കരണത്തിന് എതിരായിട്ടുള്ള സമീപനം, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വർഗീയതയ്ക്കെതിരായ അതിവിപുലമായ ഐക്യം, ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഐക്യം ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള രാഷ്ട്രീയം ഇതിൻ്റെ എല്ലാം മുകളിൽ സജീവമായി ഇന്ന് ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ അനുസരിച്ചുള്ള നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ചിട്ടുള്ള സമീപനം കേരളത്തിൽ നിലനിർത്തി മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. അല്ല, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇതിന്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം, പരസ്പരം കൂടിയാലോചിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ. അങ്ങനെയില്ല, ഇത് കൂടിയാലോചനയിലൂടെ പരിഹാരം കാണേണ്ടതാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലേ. അങ്ങനെ CPM മാത്രം എടുക്കേണ്ട ഒരു സമീപനമല്ല എന്ന നിലപാടും CPIയിൽപ്പെട്ട ചിലർ പറഞ്ഞിട്ടാണ്. CPI നിലപാടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇത്തരം ചില തർക്കങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് പരസ്പര സംഭാഷണത്തിലൂടെ പരിഹാരം കാണണം. അങ്ങനെ തർക്കങ്ങൾ ഉയർന്ന സന്ദർഭങ്ങളിലെല്ലാം അത്തരം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രശ്നവും അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ അതിൻ്റെ ഒരു തർക്കത്തിലേക്കൊന്നും പോകാനില്ല. ഞാനൊരു വസ്തുത നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ.